നമസ്കാരം. A1 വാർത്തയിലേക്ക് സ്വാഗതം. പ്രതികൂല കാലാവസ്ഥയിലും തളരാതെ വാർഷികാഘോഷവും ഗ്രാമോത്സവവും വിജയാഘോഷത്തോടെ സംഘടിപ്പിച്ച് ഫ്ലാപ്പോയിൽ പാറോത്തുനീർ ഗ്രാമീണ വായനശാല. ഇന്നലെ വൈകുന്നേരം നടന്ന ആഘോഷ പരിപാടി പ്രിയങ്കരനായ MP ജോൺ ബ്രിട്ടാസ് ഉദ്ഘാടനം ചെയ്തു. പോയ കാലത്തെ അയവിറക്കിക്കൊണ്ട് നാട്ടിൽ നിന്നും വിട്ടു മറ്റു ദേശങ്ങളിലേക്ക് പോയവരുടെ ഒപ്പരം കൂടാൻ വീണ്ടും നാട്ടിലേക്ക് എന്ന പ്രോഗ്രാം ഏറെ ജനശ്രദ്ധയും വ്യത്യസ്തതയും പുലർത്തി. ഈ ശ്രദ്ധേയമായ പരിപാടി പയ്യന്നൂർ MLA ശ്രീ TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. രാത്രി ഏറെ വൈകിയും പ്രതികൂല കാലാവസ്ഥയിലും നാട്ടുകാർ ഒന്നടങ്കം കൈമേയി മറന്ന് സഹകരിച്ച് മറ്റെങ്ങും കാണാൻ കഴിയാത്ത അനുഭവം തന്നെയാണ് ഗ്രാമീണ വായനശാലയുടെ വാർഷികാഘോഷത്തിലും ഈ ഗ്രാമോത്സവത്തിലും കാണാനും അനുഭവിക്കുവാനും സാധ്യമായത്. ആഘോഷ പരിപാടിയുടെ ദൃശ്യങ്ങളിലേക്ക് ആ സന്ദർഭത്തിൽ കൃഷ്ണൻകുട്ടി കാട്ട് പറഞ്ഞ ഇപ്പോൾ കൃത്യമായി ഓർമ്മ വരുന്നു. അതെ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ വന്ന ആൾക്കാർ കലക്ടറും അതുപോലെ എല്ലാ തലങ്ങളിലും എത്തിയിട്ടുണ്ട്. അപ്പൊ അത് അദ്ദേഹത്തിന് വായിക്കാനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞാണ് അപ്പൻ ഇങ്ങനെ വെട്ടിക്കൊണ്ടു, അതായത് മനുഷ്യ മുളക് വെട്ടോ മറ്റൊക്കെ വെട്ടിക്കൊണ്ടുവന്ന പേപ്പർ ലക്ഷം മാത്രം വേറെ പാഠപുസ്തകം മാത്രമേ. അപ്പം ആ പാഠം അത്ര അത് പഠിച്ചിട്ടാണ് ക്ലബിന്റെ സെക്രട്ടറി അദ്ദേഹവും ഈ പരിപാടിയിലുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് നന്ദി പറയുന്ന P ജനാർദ്ദൻ മാസ്റ്റർക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം കഴിഞ്ഞ ഒരു മാസമായി ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി സാധാരണ എല്ലാ സ്ഥലത്തും ഈ 3 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള വിവിധ പ്രായത്തിലുള്ള എന്ന് പറയേണ്ടതല്ലോ, അവരെല്ലാം ഒരു 1.5 മാസമായി പകല് മുഴുവൻ ഒരുപാട് പേരുണ്ട്. ആ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന അംഗൻവാടി കുട്ടികൾ മുതൽ മുതിർന്ന 70 വയസ്സ് വരെയുള്ള അമ്മമാരെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇതിന്റെ ഭാഗമായി ഞങ്ങളൊരു സപ്ലിമെന്റ് ഇറക്കിയിട്ടുണ്ട്. ആ സപ്ലിമെന്റിന് സഹായിച്ചവർ വാർത്ത നൽകിയും ലേഖനങ്ങൾ ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീമതി PV വത്സലയെ നമ്മുടെ പ്രിയങ്കരനായ MPയുടെ വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടെ ഒത്തുചേർന്നിരിക്കുന്നത് ഈ ഒരു ഉത്സവ നഗരി. അതുകൊണ്ട് ഈ പരിപാടി ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് PF അലക്സാണ്ടറും മറ്റ് പ്രമുഖരുമെല്ലാം ഈ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടന ചടങ്ങിൽ പ്രതിനിധികളാകും. ആശംസകൾ നേരുന്ന ശ്രീ K ശിവകുമാർ, ശ്രീമതി നസീറ ഇസ്മയിൽ, സന്തോഷ്, ശ്രീ RK പത്മനാഭൻ, ബിജു, ശ്രീ MV ഭാസ്കരൻ, ബിജു തോമസ്. ഞാൻ ഈ നാട്ടിലെ ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എത്രയാണ് കഴിച്ചത്? 20 ലക്ഷം. ആ 20 ലക്ഷത്തെ കുറിച്ച് പറഞ്ഞതിനേക്കാളും കൂടുതൽ കയ്യടി 2 ലക്ഷം കൊടുത്ത ആദ്യമായിട്ടാണ് 20 ലക്ഷം 2 ലക്ഷത്തേക്കാൾ കുറവാണെന്ന് ഞാൻ മനസ്സിലാക്കി. KP ആണെങ്കിൽ 2.5 ലക്ഷം, മത്സരയുടെ 2.5 ലക്ഷത്തിനാണ് അടിവരുന്നത്. 20 ലക്ഷം എന്നുള്ളത് ഈ നാടിന്റെ ഒത്തൊരുമയ്ക്കും സാഹോദര്യത്തിനും ഞാൻ നൽകിയ ചെറിയൊരു പ്രതിഫലം. യഥാർത്ഥത്തില് എനിക്ക് വലിയ സന്തോഷമാണ്. അത് ശ്രീ KP അതിന്റെ വാക്കുകളിൽ പറഞ്ഞു. അത്ഭുതകരമായി അദ്ദേഹം പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചെറുപ്പക്കാർ ഈ പരിപാടിയുമായിട്ട് സഹിച്ചു. വായനശാലയുടെ പ്രസക്തിയെ കുറിച്ചൊക്കെ പല ആൾക്കാരും ഇന്ന് പറയാറുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തെ ഇതുപോലെയുള്ള ഒരു പ്രതലമാക്കി സ്ഫുടം ചെയ്തെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് നമ്മുടെ ഗ്രാമീണ വായനശാലകളാണ്. ഒരുപക്ഷെ നമ്മുടെ ആൾക്കാർ വായനയിൽ നിന്ന് അകലുന്നു എന്ന് പറഞ്ഞ് നമ്മൾ വ്യാകുലപ്പെടുമ്പോൾ പോലും പുസ്തകത്തിൽ നിന്ന് അവർ വേണമെങ്കിൽ ഡിജിറ്റലിലേക്ക് വായന മാറ്റിയിട്ടുണ്ടാകും. എങ്കിലും വ്യത്യസ്ത ജാതിയിൽപ്പെട്ട മതങ്ങളിൽപ്പെട്ട ആൾക്കാർ ഒരുമിച്ച് ഒരു വായനശാലയിൽ ഒത്തുചേർന്ന് ഒരു പത്രം 3 or 4 കഷ്ണമാക്കി മാറ്റി വായിച്ച് പുസ്തകങ്ങൾ പരസ്പരം കൈമാറി പുതിയ അറിവും
പുതിയ കാഴ്ചപ്പാടും പുതിയ ധാരണകളും സ്വായത്തമാക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഇടുങ്ങിയ സങ്കുചിതത്തിന്റെ നാരുകളാണ് നമ്മൾ അറുത്ത് കളഞ്ഞത്. അങ്ങനെ നമ്മൾ അറുത്ത് കളഞ്ഞ നാരുകളെ വീണ്ടും നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴുകന്മാർ നമ്മുടെ അന്തരീക്ഷത്തിൽ വട്ടമിട്ട് പറക്കുന്നത്. ഉപകാരം സമർപ്പിക്കാം. അശ്വമേധം നടത്തുക. Thank you.